അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പാലക്കാട് ജില്ലാ കൺവെൻഷൻ നടത്തി. അയ്യപ്പ സേവാ സംഘം പാലക്കാട്, ആലത്തൂർ, ചിറ്റൂർ യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലാ കൺവെൻഷനും ദേശീയ ഭാരവാഹികൾക്ക് സ്വീകരണവും നടത്തിയത്. ആലത്തൂർ അഞ്ചുമൂർത്തിമംഗലം അയ്യപ്പ സേവാ സംഘം ഹാളിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് എം രാജഗോപാലൻ നായർ നിർവഹിച്ചു. കാര്യമായ ഒരു പ്രവർത്തന പുരോഗതി കഴിഞ്ഞ 3-4 മാസക്കാലമായി ഉണ്ടായി എന്ന് പറയാനില്ല. പക്ഷേ എങ്കിലും ഈ ആശയുടെ ദീപം അസ്തമിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ കണ്ണൂരിൽ വെച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് ഒരു അന്നദാന ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ അവരുടെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ടായി. ഒരു നല്ല പങ്കാളിത്തമാണ് ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. മന്ത്രി ഉൾപ്പെടെ, മന്ത്രി കടന്നപ്പള്ളി രാമൻ തന്നെ ആ യോഗം ഉദ്ഘാടനം ചെയ്തിരുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളും അതിൽ സംസാരിച്ചിരുന്നു. ആ യോഗം പിരിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് തന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ ചില പദ്ധതികൾ പ്രപ്പോസ് ചെയ്തിരുന്നു. ജില്ലയിലെ പ്രവർത്തനം എങ്ങനെ, ഭാവി കാര്യങ്ങൾ എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് അതിലൊരു രൂപരേഖ ഉണ്ടാക്കി. ഓരോ ജില്ലയിലും പുതിയ യൂണിറ്റുകൾ ഉണ്ടാക്കുക, സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുക, ഈ സംഘടനയുടെ ജയവും പരാജയവും പോരായ്മയും നേട്ടവുമൊക്കെ വിലയിരുത്തുക, ഇങ്ങനെയുള്ള ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചാണ് അന്ന് പിരിഞ്ഞത്. ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. വരും മാസങ്ങളിൽ എല്ലാ ജില്ലകളിലും ദേശീയ സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ച് വിപുലമായ രീതിയിൽ ജില്ലാ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ സഹായിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് കൈമാറുന്നതിനും യോഗത്തിൽ ധാരണയായി. സംഘടനാ ഭാരവാഹികളായ കൊച്ചുകൃഷ്ണൻ, ജയകുമാർ തിരുനക്കര, സംസ്ഥാന സെക്രട്ടറി ടി.കെ. പ്രസാദ്, നാരായണ പ്രസാദ്, നെമ്മാറ ചന്ദ്രൻ, ദിവാകരൻ കരിങ്കരപ്പുള്ളി, ടി.ഡി. വിജയൻ എന്നിവർ പ്രസംഗിച്ചു.